എന്തൊക്കെയായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു തെറിവിളി, അവിടെ നിന്ന് ഇങ്ങോട്ട് 2 തെറിവിളി, തമ്മിക്കണ്ട തള്ളക്ക് വിളി. ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ കയറി വന്നേക്കുന്നുണ്ട. നിങ്ങൾ തന്നെ ഇപ്പൊ നിന്നോടുക്കലാണ്. എല്ലാം കൊറോണയുടെ കളികളുടെ. പക്ഷെ ഞാൻ പറയുന്ന അവനെ അങ്ങോട്ട് നമ്പണ്ട. ഏത് മനസ്സിലായല്ലേ? അത്ര അണ്ണാ ഒരു മരിപ്പിന് തന്നെയല്ലേ പോയത്? എല്ലാവരും മാസ്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? 10-90 വയസ്സ് കഴിഞ്ഞൊരു കിളവനായിരുന്നു. പോവേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വാരി കെട്ടി പോയെങ്കിലും അത് കട്ടനാടാ. അത് സോറി ഞാൻ ഇന്നത്തെ ഓർത്തു പോയി. ഞാൻ ഇറങ്ങാണ്. ഞാൻ അവര് വരാറായില്ലേ? ഇരിയുടെയാണ് ഉള്ള ഒന്നാളെ നിങ്ങളെ തന്തപ്പടിക്കേണ്ട കണ്ണെടുത്താൽ കണ്ടുകൂടാ. വന്ന് കയറി ഇവിടെ നമ്മൾ രണ്ടുപേരെ കണ്ണ് കണ്ടവിടെ എന്നാലും അടിച്ച് പിമ്പി ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അയാളാണെങ്കിൽ എന്നെ പച്ച തെറി വിളിച്ച് ഇറക്കി വിടുകയും ചെയ്യും. എനിക്ക് ഞാൻ പോകും. ആ പോ. താങ്ക്സ് അണ്ണാ, ഭയങ്കര അണ്ണാ. അന്ന് അമ്മമാരുള്ള പ്രശ്നത്തിൽ കയറി നമ്മൾ ചുമ്മാ ഇടപെട്ട് ചുമ്മാ അടിയുമായി. സോറി അണ്ണാ, വിട്ടാലണ്ണ ഞങ്ങള്. എന്നെ അടിച്ചോ? പെണ്ണ കടിച്ചണ്ണ, എന്നെ കടിച്ചു. അല്ലേ നിങ്ങൾ പൊളിയാണ. പോട്ടെ. എന്റെ അമ്മ സംഭവം പോസിറ്റീവ് ആയതുകൊണ്ട് പെട്ട് പോയി. ഇനി എന്റെ രാവോ എന്തോ. നിങ്ങൾ ആ തോട്ട സോപ്പം പോയിട്ട് വന്നല്ലേ കുളിച്ചിട്ടാ കയറാം. പോസിറ്റീവാ? ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 12 പുരുഷന്മാരുണ്ട്. സംസ്ഥാനത്ത് 225 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു. വളരെ ഭീതിപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പറയുന്ന അവനെ അങ്ങോട്ട് നമ്പണ്ട. ഏത് മനസ്സിലായല്ലേ? അല്ലേ നിങ്ങൾ പൊളിയാണ്. ഭയം പോടാ. ഹലോ, പറയണ. എടാ എന്തെന്നാ? എനിക്ക് പണി എന്താ? എന്ത് പണി? ആരെന്ത് പണി? അപ്പുറത്ത് അവൻ്റെ എന്ത് പറ്റി? അവന് പോസിറ്റീവ് വേണ്ട. എന്റെ അമ്മ കൊറോണ പോസിറ്റീവാ. കൊറോണ? അപ്പൊ അന്നേക്ക് കൊറോണ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എനിക്കെന്താ അണ്ണാ ഞാൻ വരൂല, എനിക്കിവിടെ കൊറോണ വരാനാ. നീ വരൂലടാ. അണ്ണാ ഞാൻ പറയുന്ന കേള്. നീ വരണ്ട. കൊറോണ ആ പന്നി ഇപ്പൊ ചാവും. നീ നോക്കോ.
ഇറങ്ങി വേടാ. എവിടെയാടാ അവൻ? ഏ? എന്തെന്നാ? നിനക്ക് അറിയില്ല അല്ലടാ. അണ്ണാ, എന്തോ കാര്യം പറയുന്നത് അച്ഛാ. എന്തെന്നാ? അങ്ങനെ പിടിവിട്. നീ എന്തോ കാര്യം നാളെ പറയുന്നത്? പോസിറ്റീവ് ആയിരുന്നല്ലോ. അവര് പോസിറ്റീവ് ആണെങ്കിൽ നിനക്കും പോസിറ്റീവ് അല്ലേടാ. എന്റെ അണ്ണ ആ പോസിറ്റീവ് അല്ല, നിങ്ങൾ പിടിപിടി, ഞാൻ കാര്യം പറയാം. കൈ തന്നല്ലടാ. ഓ, എന്റെ പൊന്നെ, നിങ്ങൾ കൈയെടുത്താണ് പറയണേ. പൊന്നണ്ണ, എന്റെ കൂട്ടുകാരന്റെ വൈഫിന് ആക്സിഡന്റ് പറ്റി മെഡിക്കൽ അഡ്മിറ്റ് ആണ്. അവർക്ക് ബ്ലഡ് ആവശ്യം വന്നോണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ വണ്ടി എടുത്തോണ്ട് പോയത്. അല്ല, എനിക്ക് കൊറോണയൊന്നും അല്ല. പിന്നെ നീ പോസിറ്റീവ് പോസിറ്റീവ് പറയുന്നത്? എന്റെ പൊന്നു, എന്റെ പൊന്നണ്ണ, ഞാൻ അവർക്ക് AB പോസിറ്റീവ് ബ്ലഡ് ആണ് വേണ്ടി വന്നത്. ഞാൻ അതിവിടെ ഒന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആ AB കേൾക്കാതെ പോസിറ്റീവ് മാത്രം കേട്ട എന്റെ കുറ്റോ? എന്നിട്ട് നീ ആശുപത്രി നേരെ വീട്ടിൽ കയറി വന്ന് നീ കൈ തന്നില്ലടാ. എന്റെ അണ്ണ, ഞാൻ സാനിറ്റൈസർ കൊണ്ട് കയ്യിൽ നിന്ന് കഴുകിയിട്ടാണ് വന്നത്. ഈ സാഹചര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതിന് അറിയാം. നിങ്ങളൊന്ന് ക്ഷമിക്ക്. സത്യം തന്നെയാ ഈ പറയുന്നത്. എന്റെ അമ്മച്ചിയാണ് സത്യം. എനിക്ക് അതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അണ്ണ? ഇല്ല, വേണ്ടായിരുന്നു. ഇനിയാ ഭയം വേണ്ട, ജാഗ്രത മതി. കേട്ടോ, ജാഗ്രത വേണം. കൊറോണ വൈറസ് എന്ന ഈ മഹാമാരി നമ്മുടെ രാജ്യമൊട്ടാകെ പടരുന്ന ഈ സമയത്ത് പോസിറ്റീവ് എന്ന് കേട്ടാൽ അത് കൊറോണ പോസിറ്റീവ് എന്ന് ഇദ്ദേഹത്തെ പോലെ നിങ്ങളും തെറ്റിദ്ധരിക്കരുത്. ഓർക്കുക, ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.